ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് ദോശയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഗോതമ്പ് മാവ് എടുത്തോളാം. അതിലേക്ക് ശകലം തേങ്ങയും കൂടിയിട്ട് ശകലം ഉപ്പും കൂടിയിട്ട് കൊടുത്ത് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത്, പഞ്ചസാര നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇടുമ്പോൾ കുറച്ച് ചുവന്ന് കിട്ടും, അതുകൊണ്ടാണ്. ശകലം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ എണ്ണയൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഇരുമ്പ് ദോശക്കല്ലാണെങ്കിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് ശകലം എണ്ണ കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം കോരി ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ ആയി വരുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ കൂടി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ദോശ ചുടും പോലെ തന്നെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് വേവിച്ചെടുക്കാം. ദോശ നല്ലതായി ചുവന്ന് വന്നാൽ മാത്രമേ അത് കഴിക്കാൻ നല്ല രുചിയായിരിക്കുകയുള്ളൂ. ഇനി ബാക്കിയുള്ളതും കൂടി ഒന്ന് ചുട്ടെടുക്കാം. ദോശ തൊട്ട് കൂട്ടാൻ വേണ്ടി ഉള്ളിയും മുളകുമാണ് നല്ല അടിപൊളി ടേസ്റ്റാണ്. ശകലം എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിയും മുളകും അരിഞ്ഞിട്ട് കൊടുത്ത് നമുക്ക് ചുട്ടെടുക്കാം. ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.